നമസ്തേ. മുസ്ലിങ്ങൾ വാളുമായി വന്നാൽ താൻ ഉൾപ്പെടെയുള്ള അമുസ്ലിങ്ങൾ ഹിന്ദുക്കൾ കഴുത്തു നീട്ടിക്കൊടുത്ത് രക്തസാക്ഷിയാകണം എന്ന യങ് ഇന്ത്യ വീക്കിലിയിലൂടെ അമേഠ്യ സമാന അഹിംസ വിളമ്പിയ മഹാത്മാവ്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടന് വേണ്ടി യുദ്ധം ചെയ്യാൻ ഓടി നടന്ന ഭാരത യുവാക്കളെ സംഘടിപ്പിച്ചു കൊടുത്ത എന്തുതരം അഹിംസയ്ക്ക് വേണ്ടിയായിരുന്നു? ഭാരത സ്വാതന്ത്ര്യത്തിന് വേണ്ടിയായിരുന്നോ? അതോ ബ്രിട്ടീഷുകാരെ സഹായിക്കുന്നതിനും മഹാത്മാവ് കളിക്കാനും വേണ്ടിയായിരുന്നു? ബ്രിട്ടീഷ് അതിക്രമത്തിനെതിരെ 1922 നടന്ന ചൗരി ചൗര സംഘർഷത്തിൽ 22 ബ്രിട്ടീഷ് പോലീസുകാർ കൊല്ലപ്പെട്ടപ്പോൾ മഹാത്മാവായ ഗാന്ധി നിസ്സഹകരണ സമരം പിൻവലിച്ചത് ആരെ സഹായിക്കുന്നതിന് വേണ്ടിയായിരുന്നു? ഭഗത് സിംഗ്, സുഖ്ദേവ്, രാജ്ഗുരു എന്നിവരുടെ മരണശിക്ഷ ഒഴിവാക്കുന്നതിനായി ശ്രമിക്കണം എന്ന് നെഹ്റു ഒഴിച്ചുള്ള കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം മഹാത്മാവിനോട് അഭ്യർത്ഥിച്ചിട്ടും ആ ധീരദേശാഭിമാനികളെ വഴിപിഴച്ച അക്രമികാരികൾ എന്ന് മുദ്ര കുത്തിക്കൊണ്ട് കപടനാടകം കളിച്ചതല്ലാതെ മഹാത്മാവായ ഗാന്ധി തന്നോട് അപ്രകാരം ആവശ്യപ്പെട്ടിട്ടില്ല എന്ന ഇർവിൻ പ്രഭുവിന്റെ തന്നെ ബ്രിട്ടീഷ് ഔദ്യോഗിക രേഖകൾ തെളിയിക്കുന്നത് എന്താണ്? 1946 ഡയറക്ട് ആക്ഷൻ ഡേ അഥവാ കൽക്കട്ട കില്ലിംഗ് എന്ന പേരിട്ട മുസ്ലിം ലീഗ് ഹിന്ദു വംശഹത്യ നടത്തിയപ്പോൾ കൽക്കട്ടയിൽ പോയി അഹിംസ പ്രസംഗിക്കാതെ, ഉപവാസം നടത്താതെ മഹാമാവും ഷേവർലാൽ നെഹ്റുവും മൗനം പാലിച്ചത് എന്തിനാണ്? ഹിന്ദുക്കളുടെ ചോരയിൽ ഗാന്ധി അഹിംസ കൊണ്ട് മഹാത്മാവ് കളിക്കുകയായിരുന്നില്ലേ? മഹാത്മാവിന്റെ അഹിംസക്കളികൾ ഇനിയും ഉണ്ട് ഏറെ പറയാൻ. ഗോഡ്സെയുടെ ബുദ്ധിശൂന്യമായ പ്രവൃത്തിയിലൂടെ ഗാന്ധിയുടെ മഹാത്മാ പട്ടവും രാഷ്ട്രപിതാവായി വാഴിക്കലും വളരെ എളുപ്പമായി. താൻ ഗാന്ധി ഒരു മഹാത്മാവ് ആണ് എന്ന് കരുതുന്നില്ല എന്ന് ഭീംറാവു അംബേദ്കർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഭീംറാവു അംബേദ്കർ നേരിട്ടോ പ്രഭാഷണങ്ങളിലോ പുസ്തകങ്ങളിലോ ഒരിക്കൽ പോലും ഗാന്ധിയെ മഹാത്മാവ് എന്ന് സംബോധന ചെയ്തിട്ടില്ല. ഗാന്ധി വധം കൊണ്ട് നേട്ടമുണ്ടാക്കിയത് രാഷ്ട്രീയ നെറുകേടിന്റെ ബിംബമായ നെഹ്റുവാണ്. മുസ്ലിം മതപ്രീണനവും ജാതി രാഷ്ട്രീയം കൊണ്ട് ഹൈന്ദവ ശക്തിയെ ഭിന്നിപ്പിച്ചും പട്ടേൽ അടക്കം ഉള്ള മഹാരഥന്മാരെ ചതിച്ചും ഒതുക്കിയും ഗാന്ധി എന്ന ജാതിവാൽ കൂട്ടിച്ചേർത്ത് പാർട്ടിയും അധികാരവും കുടുംബ സ്വത്താക്കി മാറ്റി. ഗാന്ധി വധം നടന്നില്ലായിരുന്നുവെങ്കിൽ നെഹ്റുവും ഇന്ദിരയും പരമ്പരയും ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിൽ ആകുമായിരുന്നു എന്നത് ഓർക്കുക.